ഇറാൻ അമേരിക്കൻ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടയിൽ പുതിയൊരു തലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഹോർമുസ് കടലിലേക്ക് റഷ്യയുടെയും ചൈനയുടെയും യുദ്ധക്കപ്പൽ നീങ്ങുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ആദ്യഘട്ടത്തിൽ പ്രാദേശിക തലത്തിലെ റിപ്പോർട്ടായിരുന്നു. പിന്നീട് അത് സ്ഥിരീകരിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലെ പ്രഥമ പത്രങ്ങളും ഈ കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഈ വിഷയത്തിൽ പറയുന്ന പ്രതികരണം അതിൻ്റെ കൂടെയുണ്ട്. സൈനികാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാസങ്ങൾക്ക് മുൻപേ തങ്ങളൊരു കരാറുണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ സൗഹൃദ രാജ്യമായിരിക്കുന്ന റഷ്യയുടെയും ചൈനയുടെയും സൈനികർ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ രണ്ട് വിഭാഗത്തിലെ രണ്ട് രാജ്യങ്ങളുടെ സൈനികർ എത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് യുദ്ധക്കപ്പൽ വരുന്നത് എന്ന ചോദ്യത്തിന് ഇറാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പടിഞ്ഞാറൻ മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംശയം പ്രകടിപ്പിക്കുന്നത്. ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഒരുക്കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രതിരോധ രംഗത്ത് സജീവത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം. അതിനുവേണ്ടി റഷ്യയുടെയും ചൈനയുടെയും സഹായം ഒരുപക്ഷെ ഇറാൻ തേടിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് രണ്ടിൽ ഒരു കാര്യം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. അഥവാ അമേരിക്കയെ ഏകപക്ഷീയമായി ഈ മേഖലയിൽ വെച്ച് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിജയിച്ചു പോവുക എന്നുള്ളത് ഭാവിയിൽ അത് ഇറാനേക്കാൾ ഏറെ ദോഷം ചെയ്യുക റഷ്യക്കും ചൈനക്കുമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയും ചൈനയും തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് വിഷയം അതിനെ കൂടെ പറയുന്നുണ്ട്. കാര്യം വെച്ചാൽ അമേരിക്കയുടെ വിഷയത്താൽ പ്രയാസം അനുഭവിക്കുന്ന രാജ്യം തന്നെയാണ് റഷ്യയും ചൈനയും രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ. അഥവാ ഉക്രൈൻ യുദ്ധം 3 വർഷം കഴിഞ്ഞിട്ട് പോലും ഒരു കൃത്യമായ രീതിയിൽ അതിനൊരു പരിഹാരം ഉണ്ടാകാത്തതിൻ്റെ കാര്യവും ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലക്ഷ്യം കാണാൻ റഷ്യക്ക് സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഒരു രാജ്യത്തിനെതിരെ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. ആ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഏകദേശം 30-ലധികം താഴ്ചയുള്ള, അല്ലെങ്കിൽ 30-ന്റെ താഴെ കിടക്കുന്ന ലോക സൈനികരുടെയും അതേപോലെ തന്നെ ആയുധത്തിന്റെയും ബലം നോക്കുന്ന സമയത്ത് വളരെ താഴ്ചയിലുള്ളതാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തെ കീഴടക്കാൻ 24 മണിക്കൂറാണ് ഏകദേശം വേണ്ടത്. അതിന് ഏകദേശം ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് തങ്ങളുടെ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ രാജ്യത്തെ എത്തിക്കാൻ വേണ്ടി സാധിക്കും എന്ന് റഷ്യ പറഞ്ഞു തുടങ്ങിയ യുദ്ധം 3 വർഷമായിട്ടൊന്നും എത്താത്തതിന് പ്രധാനമായിരിക്കുന്ന കാരണം അമേരിക്കയുടെ ഇടപെടലാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസം റഷ്യക്ക് അമേരിക്കയോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടലാണ് നടത്തിയത് എന്ന് ജോ ബൈഡനുള്ള സമയത്തും ഡൊണാൾഡ് ട്രംപ് ഉള്ള സമയത്തെല്ലാം അമേരിക്കയുടെ പ്രതിപക്ഷം ഇങ്ങോട്ട് മാറി പറഞ്ഞിട്ടുണ്ട്. മറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടൽ ഉചിതമല്ലെന്നും അത് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുക എന്നല്ലാതെ ഗുണപരമായിരിക്കുന്ന രീതിയിലേക്ക് അത് അവസാനിക്കുകയില്ല എന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രതിപക്ഷ കക്ഷികൾ തന്നെ അന്ന് തുറന്നു പറഞ്ഞതാണ്. എന്നാൽ അവിടെ തുടങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് അത് ഏതെങ്കിലും രീതിയിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പ്രയാസം ഭാവിയിൽ അമേരിക്കക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അവർ വലിയ സൈനിക സഹായങ്ങൾ ഉക്രൈൻ ചെയ്തത്. എന്നാൽ ഉക്രൈൻ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുമില്ല. അമേരിക്കക്ക് റഷ്യക്ക് ലക്ഷ്യത്തിലെത്താനുണ്ട് അനുവദിക്കുന്നുമില്ല എന്ന രീതിയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഇനി ചൈനയിലേക്ക് പോവുകയാണെങ്കിൽ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, എല്ലാ കാലത്തും തായ്വാൻ തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണെന്നും അത് ഒരു സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക് അല്ലെന്നും തങ്ങൾ അത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് ആവർത്തിച്ച് ചൈന പറയാറുണ്ട്. ആ വിഷയമായിട്ട് വലിയ രീതിയിലുള്ള എതിർപ്പ് UN സഭയിൽ പോലും പറയാറുള്ളത് അമേരിക്കയാണ്. അമേരിക്കക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടേണ്ട കാര്യം പോലുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമോ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കൽ നടത്തുന്ന രാജ്യമോ അല്ല തായ്വാൻ എന്ന് ചൈന പറയുന്നു, അല്ലെ ചൈന അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് തായ്വാന്റെ എല്ലാ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് അവരിൽ ആയുധ സംബന്ധമായ കാര്യങ്ങളൊക്കെ നൽകിയിട്ട് അവരെ വശത്താക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നു എന്നതിനാൽ ചൈനക്കത് വലിയ പ്രയാസമുണ്ട്. തങ്ങളുടെ രാജ്യത്തോട് ചേർന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം അല്ലെങ്കിൽ ചേരാനുള്ള ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ പൂർണ്ണമായിരിക്കുന്ന അധികാര കാര്യങ്ങൾ തങ്ങൾക്കാണ് എന്ന് മുൻപ് കാലത്തെ, അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചൈന. പിന്നീട് എന്തിനാണ് അമേരിക്കയിൽ ഇടപെടുന്നത് എന്നൊരു പ്രശ്നം യഥാർത്ഥത്തിൽ ചൈനക്കുണ്ട്. അപ്പോൾ 2-3 വിഷയത്തെ ക്രോഡീകരിച്ചുകൊണ്ട് പ്രധാനമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗസ വിഷയം, പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമായിരിക്കുന്ന ഇടപെടൽ നടത്തിയ രാജ്യമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്.
ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ മൂന്ന് രാജ്യത്തിന്റെയും മുഖ്യ ശത്രു അമേരിക്കയാണ്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഇതിൽ ഇടപെടുന്നതും ഇസ്രായേലിന് എല്ലാവിധ വളവും വളക്കൂറും ചെയ്തു കൊടുക്കുന്നതും അമേരിക്കയാണ് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ അമേരിക്ക ഒതുക്കേണ്ടത് നിർബന്ധമായിട്ടും ഇവിടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനമായിരിക്കുന്ന വിഷയം പറയുന്നത് വെനിസുലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ട് പോയി എന്നതുമായി ബന്ധപ്പെട്ട് അതിന് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന റഷ്യയും ചൈനയും വേണ്ട വിധം, അതായത് ഒരു പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ നടത്തിയതിനപ്പുറം യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് സൈനികമായിട്ട് ഇടപെടൽ നടത്തേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. പൂർണ്ണമായ രീതിയിൽ റഷ്യയോട് സഹകരിച്ചിരിക്കുന്ന രാജ്യമാണ് വെനിസുല. അങ്ങനെ തന്നെയാണ് ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, വെനിസുല അങ്ങനെയാണ്, റഷ്യ അങ്ങനെയാണ്. ഏറെക്കുറെ ജനാധിപത്യ സംവിധാനം റഷ്യയിൽ ഉണ്ടെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂട്ടായ്മയോട് കൂടിയിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അതോടൊപ്പം തന്നെ കൊറിയ അങ്ങനെ തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുക, അഥവാ വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യേണ്ട ഏറ്റവും ഗൗരവപരമായിരിക്കുന്ന വിഷയം ഇവിടെ നടന്നിട്ടും വേണ്ട വിധം അതിനു വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളൊന്നും ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി നിലവിൽ ലോക രാജ്യങ്ങൾക്ക്, അതായത് റഷ്യയെ പിന്തുണക്കുന്ന രാജ്യങ്ങൾക്കുണ്ട്. ഇതും അമേരിക്കക്കെതിരെ സംഘടിക്കാനുള്ള ഒരു പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് വിലയിരുത്തുന്നു. ഇറാന്റെ ഭാഗത്തോളം മറ്റൊരു ഒരു വിഷയം ഇതിനോടനുബന്ധിച്ച് പറയുന്നത്, ഇറാന്റെ കൈവശത്തിൽ ഇപ്പം ഏകദേശം 2000-ലധികം മിസൈലുകൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു. മേഖലയിൽ ഏകദേശം 2 ലക്ഷം മിസൈലുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടതല്ല. പക്ഷേ നിരന്തരം 10 മിനിറ്റിൽ 1 എന്ന വീതം നിരന്തരം അവർ മിസൈൽ നിർമ്മിതം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നിർമ്മിക്കപ്പെടുന്ന മിസൈലുകൾ അപ്പോൾ തന്നെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. മിസൈൽ സാമ്രാജ്യം തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില പത്രങ്ങൾ ഹെഡിങ് ആയിട്ട് കൊടുത്തത്. ഇസ്രായേലിന്റെ യുദ്ധത്തിന് ശേഷം ഇതിന്റെ ഭാഗങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിന്റെ യുദ്ധത്തിന് ശേഷം അപ്രതീക്ഷിതമായിരിക്കുന്ന യുദ്ധമാണ് ഉണ്ടായത്. ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ അമ്പരന്ന് പോയിട്ടുണ്ട് ഇറാൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സൈനികർ കൊല്ലപ്പെടുന്നു, ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു, സൈനിക മേഖല ആക്രമിക്കുന്നു, അതോടൊപ്പം തന്നെ ആണവ മേഖല ആക്രമിക്കുന്നു. രാജ്യം സ്തംഭിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഇടപെടലായിരുന്നു ഇസ്രായേൽ നടത്തിയത്. അതിൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. തിരിച്ചടിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള സൈനിക ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു എന്നുള്ളതും ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇറാന്റെ യശസ് ഉയർത്തിപ്പിടിച്ചു എന്ന് മാത്രമല്ല, ഇറാൻ വലിയൊരു സൈനിക ശക്തിയാണ് എന്ന് അംഗീകരിക്കപ്പെടാൻ ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചത് കാരണമായിട്ടുണ്ട് എന്ന് പോലും വിലയിരുത്തപ്പെടുന്നവരുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ റെഡി ആയിരിക്കുന്നു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആണവ ഫോർമുല വഹിക്കാൻ വേണ്ടി തയ്യാറുള്ള മിസൈലുകൾ പോലും റെഡിയാണ്. അഥവാ റഷ്യയും ചൈനയും ചേരുകയും അതോടൊപ്പം തന്നെ ഇറാൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്താൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിന് മുൻപിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അടിയറ പറയുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്ന തരത്തിൽ ഈ 3 രാജ്യങ്ങളും യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.